കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം അന്യരെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അന്യരെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അവൻ യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം യേശുനാമം അനാമം ഏഴേരിക്കുംബനാമം പാപപരിഹാരാർത്ഥം പാതകളെ തേടി ആയിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകളെ തേടി ആയിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാറുകയെ കാട്ടില്ല കാമ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാറുകയെ കാട്ടില്ല പാവനമ പുണ്യനാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം ഭാരഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം വാനഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലും ഉള്ള എല്ലാ അധികാരത്തിൽ ആയിരം വെപ്പിച്ച നാമം വാനിലും ഭൂമിയിലും ഉള്ള എല്ലാ അധികാരത്തിൽ ആയിരം വെപ്പിച്ച നാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരും നല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരും നല്ല ഭക്തമുള്ള നാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം ഭൂതവാദികൾക്കും നാനാവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം ഭൂതവാദികൾക്കും നാനാവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം ഭൂമികൾക്കും മൂടങ്ങൾക്കും രോഗികൾക്കും വിടുതലെ നൽകും നാമം ഭൂമികൾക്കും മൂടങ്ങൾക്കും രോഗികൾക്കും വിടുതലെ നൽകും നാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം നാടുവാഴികളും തന്റെ സിദ്ധരുമായി ഭാവി സിംഹാസനത്തിൽ വാഴും നാമം നാടുവാഴികളും തന്റെ സിദ്ധരുമായി ഭാവി സിംഹാസനത്തിൽ വാഴും നാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം യേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ
അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ചേർന്ന് റഫാ റഫാ യഹോവ എന്റെ സൗഖ്യമാക്കും. ശബ്ബാ യഹോവ എങ്ങും അവരുണ്ട്. റഫാ യഹോവ എന്റെ സൗഖ്യമാക്കും. ശബ്ബാ യഹോവ എങ്ങും അവരുണ്ട്. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യത്തോളം വഴി നടത്തുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ആ സർവശക്തനെ ഒരു പ്രാവശ്യം കൂടെ കഴിയുമെങ്കിൽ ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ വിളിച്ച ദൈവം അന്ത്യത്തോളം വഴി നടത്തുന്ന സ്തോത്രം. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻമണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻമണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ നടത്തിയിടും പൊൻകരത്താ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിയിടും പൊൻകരത്താ. അഴലേറും ജീവിതമരുവിൽ നീ താഴുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ താഴുകയോ ഇനി സഹജേ. ഒരു പ്രയാണത്തിൽ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. ഒരു പ്രയാണത്തിൽ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടവനല്ല. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഈ മരുപ്രയാണ യാത്രയിൽ ആരെല്ലാം നമ്മളെ കൈവിട്ടാൽ,
ആരെല്ലാം നമ്മളെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ലെന്നും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്നും പരമാർത്ഥമായി നമ്മളോട് വാഗ്ദത്തം ചെയ്ത ഒരു യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മളോട് കൂടെയുണ്ട്. സ്തോത്രം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ഒരു ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ മറ്റൊരു നാമവുമില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ലെന്ന് വ്യക്തമായി ഭൂമിയിൽ പറഞ്ഞു. യേശു പോയപ്പോൾ വെറുതെ തന്റെ ശിഷ്യന്മാരെ തള്ളിക്കളഞ്ഞിട്ടല്ല പോയത്, തന്റെ ആത്മാവിനെ അവർക്ക് പകർന്നിട്ടാ പോയത്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷമായിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നു പാടുമോ? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. യേശു ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. അതെ, ആരെങ്കിലും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ മുമ്പോട്ടൊരു വഴി കാണാതെ അലയുകയാണോ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥനായി വിടത്തില്ല. ഭർത്താവ് തള്ളിക്കളയും, ഭാര്യ തള്ളിക്കളയും, മക്കൾ തള്ളിക്കളയും. എന്നാൽ ജ്ഞാനങ്ങൾ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന വിധങ്ങൾ, വിടുവിച്ച വിധങ്ങൾ, പരിപാലിക്കുന്ന വിധങ്ങൾ വ്യത്യസ്ത രീതിയിൽ അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഗാനങ്ങൾ കൂടെ നമ്മളോട് അതേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ദൈവാത്മാവ് വചനത്തിൽ കൂടെ അല്പസമയങ്ങൾ നമ്മളോട് സംസാരിക്കും. പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ ദേശമൊട്ടാകെ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കുന്നതായ ഈ കാലയളവിൽ, അല്ലെങ്കിൽ ദേശമൊട്ടാകെ അങ്ങനെ ചിന്തിക്കുന്ന കാലയളവിൻ്റെയൊക്കെ നടുവിൽ ഈ ഡിസംബർ മാസം 21-ാം തീയതി ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത പ്രത്യേക പ്രേരണ അനുസരിച്ച് കർത്താവ് അവരുടെ ഉള്ളിൽ കൊടുത്തതായ ആ സന്തോഷം, കർത്താവ് അവരുടെ ഉള്ളിൽ കൊടുത്തതായ സമാധാനം മറ്റുള്ളവരും അറിയണം എന്നുള്ളതായ ആ വലിയ ചിന്ത, ആഗ്രഹം അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിക്കപ്പെടുകണം എന്നുള്ളത് അവരുടെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ഇങ്ങനെ ഈ ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചത്. ഇവിടെ അഗപ്പെ ഗോസ്ബൽ മിനിസ്ട്രീസിലെ എല്ലാ അംഗങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നതായ വാത്സല്യ ദൈവഭക്തന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നവർക്കുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പവർ വിഷനിലൊക്കെയും അനുഗ്രഹീതമായ രീതിയിൽ കീബോർഡ് വായിക്കുകയൊക്കെ ചെയ്യുന്നതായ വാത്സല്യ അതേ ദൈവഭക്തനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റു വിധത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ വ്യത്യസ്ത രീതിയിൽ ദൈവനം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ അറിയിക്കുന്നതായ ഈ ടീം അംഗങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൽ കൂടെ ചെയ്യുന്നതായ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദേശമൊട്ടാകെ ഈ ദിവസങ്ങളിൽ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഈ ദേശത്തും കടന്നു വന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ അറിയിക്കുവാനായിട്ട് ദൈവം അവർക്ക് കൊടുത്ത ഈ ഭാഗ്യകരമായ അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹകരമായി തീരട്ടെ. ചുറ്റുപാടുന്ന് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹവും നിങ്ങൾ നന്നായി മനസ്സിലാക്കി, കർത്താവിൽ കൂടെയുള്ളതായ രക്ഷ എന്തെന്നുള്ളത് മനസ്സിലാക്കി, കർത്താവ് എന്തിനാണ് ഈ പാർത്തലത്തിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കി മുൻപോട്ട് പോകണം എന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ ഏവരുടെയും ഹൃദയത്തിലുള്ളതായ വലിയ ആഗ്രഹം. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളും അനുഭവിക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, ആ സ്വസ്ഥത, ഈ സമാധാനം ഒരിക്കലും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കുവാൻ പറ്റുകയില്ല.
സന്തോഷം ഒരിക്കലും വിലപ്പെടുത്തി വാങ്ങിക്കുവാനായിട്ട് പറ്റുകയില്ല. ഇതെല്ലാം സൃഷ്ടാവായ ദൈവം നമുക്ക് തരുന്നതാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതെന്ന് ദൈവവചനത്തിൽ ഞങ്ങൾ അത് വായിക്കുന്നു, അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. നല്ല ഭവനത്തിൽ അത് താമസിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർക്ക് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നു. എന്നാൽ പണം കൊണ്ട് സ്വസ്ഥത വരുന്നില്ല, സമാധാനം വരുന്നില്ല. എന്നാൽ തരുന്നത് ദൈവം മാത്രമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി 2 ദൈവഭൃത്യന്മാര് നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ആദ്യമായത് ദൈവത്തിന് പാസ്റ്റർ ഫാസിയെ അവർ പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് പാസ്റ്റർ ടൈറ്റസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. 2 ദൈവഭൃത്യന്മാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാവേളയ്ക്കായി ദൈവമേ തിരുനാമത്തിൽ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദേശത്തെ ഇങ്ങനൊരു കഥാവെ മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ നല്ല അവസരത്തിനായി കഥാവെ നിന്നെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി ആരാധിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. കർത്താവെ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ നടക്കുന്ന ദൈവജന ശുശ്രൂഷയെ പ്രാർത്ഥിച്ച് യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് പറ്റിയതും വലിച്ചതുമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന കൈമാറുവാൻ അങ്ങയുടെ വിലപ്പെട്ട അഭിഷിക്തനെ പരിശുദ്ധാത്മാവ് രാത്രി കരങ്ങൾ എടുക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഒരുമിച്ച് നിന്റെ ജനത്തെ അനുഗ്രഹിക്കും, സഹായിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നല്ലോണം ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ അരുമനാഥനായ യേശുവിനെ ഉയർത്തുവാനും ആരാധിപ്പാനും അവിടെ നൽകുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ദൈവമേ, സുവിശേഷത്തെയും ഭവനത്തെയും സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളുടേതായ ക്ഷണപ്രകാരം ചുറ്റുപാട് പാർക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ നടുവിലേക്ക് ഇന്ന് രാത്രി കടന്നു വന്നല്ലോ. ഈ രാത്രിയിലെ കൂട്ടിവരവ്, കൂട്ടായ്മ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏവർക്കും ഒരേപോലെ അനുഗ്രഹമായി മാറുവാൻ അങ്ങ് അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കുന്ന വചനമുണ്ടല്ലോ. ആ വചനത്തിന് നിവൃത്തിൻ്റെ രാത്രികാലം വെളിപ്പെടുന്നത് കാണപ്പെടുവാൻ ദൈവം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ. വീണ്ടും ശേഷിക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യട്ടെ. അധികാരത്തോടെ ഞങ്ങളുടെ ദാസനെ ഉപയോഗിക്കണം. കർത്താവ് അങ്ങനെ ചെയ്തു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാനമഹത്വമെല്ലാം അപ്പാങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് ദൈവദിനം സംസാരിക്കുന്നതിന് മുൻപേ കണ്ണമംഗലം ബഥേൽ ചർച്ചിലെ എല്ലാ കുഞ്ഞുങ്ങളും ചേർന്ന് വീണ്ടും ഒരു ഗാനം കൂടി ആലപിക്കും. അതിനുവേണ്ടി അച്ഛൻ്റെ കുഞ്ഞുങ്ങളെ മുൻപോട്ട് ക്ഷണിക്കും.
കർത്താവിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുറന്ന ദൈവ വചനം അല്പസമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പോവുകയാണ്. നല്ലതിന് മുൻപ് തന്നെ ഒടുവിൽ പറയേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവം അതിന് കൊടുത്തതായ എല്ലാ നല്ല കാഴ്ചപ്പാടും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ചുറ്റുപാടുമൊക്കെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതായ എല്ലാ കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇവിടെ അല്പസമയങ്ങൾ നിങ്ങൾ വിനിയോഗിച്ചത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു അനുഗ്രഹത്തിന്, ആശ്വാസത്തിന്, ദൈവിക സമാധാനത്തിന്, ദൈവിക രോഗസൗഖ്യത്തിന് ഒക്കെ കാരണമായിട്ട് സ്വർഗത്തിലെ ദൈവം തീർക്കുക തന്നെ ചെയ്യും. ഞങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ് ഇവരെയും ധാരാളമായി സഹായിക്കട്ടെ. അയൽ സഭകളിൽ നിന്നൊക്കെ കടന്നു വന്നതായ വത്സല ദൈവവൃത്തന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററിൻ്റെ അസോസിയേറ്റ് സെൻറ്റർ പാഷായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സ്റ്റീഫൻ പാഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെയും സാന്നിധ്യം വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ തന്നെ അകബെ ഗോസ്ബൽ മിനിസ്ട്രീസിലെ എല്ലാ ദൈവവൃത്തന്മാർ, എല്ലാ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. തുടർന്ന് അനുഗ്രഹീതമായ ദൈവ വചനം സംസാരിക്കാനായിട്ട് നമ്മുടെ ഈ ടീമംഗങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവവചനം സംസാരിക്കുന്നവരാണ്, നല്ലവണ്ണം പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ എല്ലാവർക്കും അതിനുള്ള സന്ദർഭം കൊടുക്കുവാനായിട്ട്, സമയം വേർതിരിക്കുവാനായിട്ട് ഈ രാത്രിയിൽ നമുക്കതിനുള്ള സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് അതിനുള്ള സമയമില്ല. എന്നാൽ പ്രത്യേകമായിട്ട് ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കാൻ വേണ്ടി സോളമൻ തോമസ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം മുൻപ് തുടർന്ന് പ്രസംഗിക്കും. അതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമില്ലായിരിക്കാം എന്ന് ദേശം അറിയേണ്ടതായ, അല്ലെങ്കിൽ കർത്താവ് വന്നതിനെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ എല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമ്മളോട് ഓർമ്മപ്പെടുത്തും. അത് കേൾവിക്കാരായ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായി തീരട്ടെ. തുടർന്ന് ദൈവന സംസാരിക്കാനായിട്ട് സോളമൻ തോമസിനെ ഇങ്ങോട്ട് ക്ഷണിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഭവനാങ്കണത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രം സ്നേഹം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ യോഗം ലീഡ് ചെയ്യുന്നതായ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ തോമസ് ചാണ്ടിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. നേരത്തെ കണ്ണമംഗലം IPC സഭയുടെ ദീർഘവർഷത്തെ ശുശ്രൂഷകനായിരുന്ന സ്റ്റീവൻ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുകയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ ഭവനത്തിലെ പ്രിയച്ചാനെ ക്രമമായി ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഈ ഭവനത്തിൽ താമസിച്ച് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരൂകരായിരുന്ന കർത്താവിൻ്റെ ദാസനെയും ദാസിയെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയാണ്. മറ്റുള്ള എൻ്റെ സ്നേഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും, പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ ക്ഷണം സ്വീകരിച്ച് ചുറ്റുപാടുന്ന് കടന്നു വന്നിട്ടുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. 66 പുസ്തകങ്ങൾ. അതിലെ 66ാമത്തെ പുസ്തകം, അവസാന പുസ്തകത്തിൻ്റെ പേര് വെളിപ്പാട് പുസ്തകമെന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തിയാക്കിയ ഒരു ഗ്രന്ഥമാണ്. അതിനകത്ത് ഇന്ന് എന്തോ സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അക്ഷരം പ്രതി എഴുതിയിട്ടുണ്ട്. കാരണം യേശുക്രിസ്തു ഓരോ വചനങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയും, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എൻ്റെ വചനത്തിന് വള്ളി പുള്ളി മാറ്റം വരികയില്ല.
കാരണം ദൈവത്തിൻ്റെ പ്രത്യേകത ആദ്യയിൽ തന്നെ അന്ത്യവും അറിയുന്നവനാണ് ദൈവം. ആ അവസാന പുസ്തകമായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: ഈ വചനം വായിക്കുന്ന വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും. ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും. ഈ വചനം അനുസരിക്കുന്ന വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെയുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് എൻ്റെ സ്വന്തം ദേശം മുതുകുളമാണ്. ഇങ്ങനെ സുവിശേഷ വേലയുമായിട്ട് എവിടെയെങ്കിലും ബൈബിളുമായിട്ട് നിൽക്കുവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കിങ്ങനെ യേശുവിനെ കുറിച്ച് പരസ്യമായിട്ട് പറയാനോ വിശ്വസിക്കുവാനോ അങ്ങനെ ഏറ്റു പറയാനോ ഒട്ടും താല്പര്യമില്ല. അത് മാത്രമല്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ എനിക്ക് മഹാവെറുപ്പായിരുന്നു. കാരണം പരസ്യമായിട്ട് നിന്ന് കൈ കൊട്ടുന്നു, ഡ്രമ്മും ഒക്കെ അടിച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു. ഇവരെ കാണുന്നത് എനിക്ക് മഹാവെറുപ്പായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടതുകൊണ്ട് ആ ദൈവം കൃപയാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനാക്കി ദൈവം എന്നെ മാറ്റി. എന്നെ മാറ്റുവാനായിട്ടിടയായി തീർന്നത് ഒരു ക്രിസ്ത്യാനികളൊന്നും വന്ന് സുവിശേഷം പറഞ്ഞിട്ടല്ല കേട്ടോ. റാന്നിയുടെ ഭാഗത്ത് തങ്കപ്പൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തി 50 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചു കുടിലിൽ താമസിക്കുന്നതായ ഒരു വ്യക്തി. അദ്ദേഹത്തിന് 3 മക്കളും അദ്ദേഹത്തിൻ്റെ പെങ്ങളുമൊക്കെയുണ്ട്. തകര ഷീറ്റിട്ട കൊച്ചു കുടിലിൽ താമസിക്കുക, പട്ടിണിയോട് പട്ടിണി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു വലിയ ഭാരം തോന്നി, തല കറങ്ങി താഴെ വീണു. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ കൈയൊഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് കേരളത്തിൽ 3 മെഡിക്കൽ കോളേജേ ഉള്ളു: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. മറ്റുള്ളൊന്നും മെഡിക്കൽ കോളേജുകളില്ല. അവർ നാട്ടുകാർ പലരുടെ പിരിവെടുത്ത് ഈ മനുഷ്യനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു: ഈ മനുഷ്യന്റെ തലയിൽ ട്യൂമറാണ്, അത് വളർന്നിരിക്കുകയാണ്, ഒന്നും മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആ മനുഷ്യനെ കൈയൊഴിഞ്ഞു. ആ മനുഷ്യനെ തിരിച്ചു ഭവനത്തിലേക്ക് വന്നു. ആ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഓൾറെഡി പട്ടിണിയാണ്, ഭയങ്കര പ്രയാസമാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഒരു തകര ഷീറ്റിട്ട കൊച്ചു കുടിലിൽ താമസിക്കുന്നു. ആ മനുഷ്യൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് പിന്നെയും അസുഖം കൂടിയിട്ട് ആ മനുഷ്യന് ഭയങ്കരമായിട്ടുള്ള പ്രയാസമുണ്ടായി. കുറച്ച് മുമ്പോട്ട് കസേര കയറ്റിയിട്ടുണ്ട്, മഴ മനുഷ്യന് രണ്ടാമതും തലകറങ്ങി വീണു. നാട്ടുകാർ രണ്ടാമതൊരു പിരിവുംകിട എടുത്തതിന് ശേഷം അതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, കൊണ്ടുവന്നവരോട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, മാക്സിമം 30 ദിവസത്തിനകം ആള് മരിച്ചു പോകും, മാക്സിമം 30 ദിവസം, ഇനി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ച് നിന്നാൽ മതി. ഈ മനുഷ്യന്റെ ജീവിതം തകർച്ചയിലേക്ക് പോയി, ഭാരം കൊണ്ട് നിറഞ്ഞു. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെതായ ഭാര്യയും കുഞ്ഞുങ്ങളും പട്ടിണിയാണ്. താൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗതി എന്താകും? 2 പെൺകൊച്ചുങ്ങൾ, ഒരു ആൺകൊച്ച്. ഭാര്യ എന്തു ആകുമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടു. ആ മനുഷ്യനെ പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ പോയില്ല. ആ മനുഷ്യന്റെ പെരയ്ക്കകത്തൊരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. ഓരോ ദിവസം തള്ളി നീക്കിയാണ് 30, 29, 28 ദിവസങ്ങൾ തള്ളി നീക്കി. 15 ദിവസമൊക്കെ ആയപ്പോഴത്തേനും സമാധാനം നഷ്ടപ്പെട്ടു. മരിക്കും എന്നുള്ള ഭാരമായി. തല തിരിക്കാൻ വയ്യ. തലയിൽ ഭയങ്കരമായ 100 കിലോ ഭാരം ഇരിക്കുന്നത് പോലെ ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങനെ കഷ്ടിച്ച് തിരിയും. തല അനക്കാൻ വയ്യ. ആ മനുഷ്യൻ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ മനസ്സമാധാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പരയ്ക്കകത്തിരുന്ന പൊടി പിടിച്ച ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ എടുത്ത് ഒരു കസേരയിൽ, ഒരു ഇരുമ്പിന്റെ കസേരയിൽ മുറ്റത്തിരുന്ന് പയ്യെ വായിക്കാൻ തുടങ്ങി.
അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണെന്നുള്ള വാക്യമെല്ലാം കിട്ടി. ആ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിശ്വാസം വന്നു. ആ ബൈബിൾ ആ മനുഷ്യൻ അടച്ചു വെച്ചിട്ട് ആ മനുഷ്യന് പ്രാർത്ഥിക്കാൻ അറിയുകയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയുകയില്ല, ഞാൻ മരിക്കുകയാണ്, എനിക്ക് മനസമാധാനം വേണം, എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് 2 കണ്ണിൽ കൂടെ കൊടുകൂടാ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഒരു പാസ്റ്റർ അവിടെ ഇല്ല, പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി അവിടെ ഇല്ല. ജീവിതം തകർന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആ യൗവനകാലത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 2 കണ്ണിൽ കൂടെ കൊടുകൂടാ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അദൃശ്യ ശക്തി ഈ മനുഷ്യന്റെ തലയിൽ ഒരു മിന്നൽ പോലെ അടിച്ചിട്ട് പാമ്പെഴഞ്ഞു പോകുന്ന പോലെ തലയിൽ നിന്ന് ഇങ്ങനെ എന്തോ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് താഴോട്ട് പോയി. ആ മനുഷ്യൻ ചാടി എഴുന്നിട്ട് തല തിരിച്ചു നോക്കി, തലയിലെ വേദന മാറി. പ്രിയമുള്ളവരെ, പിശാച് വിധി എഴുതി ജീവിതത്തിന്റെ യൗവനത്തിന്റെ തുടക്കത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പിശാച് വിധി എഴുതിയെങ്കിൽ, നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പിശാച് വിധി എഴുതിയെങ്കിൽ, ഞങ്ങൾക്ക് നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയാനുണ്ട്. ഏത് വിധിയെയും മാറ്റി എഴുതുന്ന സർവശക്തനായ ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. എന്റെ അനുഭവം കൂടെയാണ് അത് ഞാൻ പിന്നീട് പറയാം. ആ മനുഷ്യൻ അതിനുശേഷം ആ ബൈബിൾ എടുത്തു. ആ മനുഷ്യൻ ഒരു തീരുമാനമെടുത്ത്, എന്നെ സൗഖ്യമാക്കിയ യേശുവിൻ്റെ ഈ സാക്ഷ്യം, കർത്താവേ എനിക്ക് ആയുസ് തന്നാൽ ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പോയി പറയും. ആ മനുഷ്യർ റാന്നിയിൽ നിന്ന് മുതുകുളം ഭാഗത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബൈബിൾ എടുക്കുവാനിടയായത്. അതിനു മുമ്പ് എനിക്കിത് ഇഷ്ടമല്ല. ആരെങ്കിലും ബൈബിളുമായിട്ട് വരുമ്പോൾ പുച്ഛിക്കുമായിരുന്നു. പ്രിയമുള്ളവർ, യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുന്നതായ ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് യേശു? യേശു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ നിന്നും ചില വാക്യങ്ങൾ, 2 ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് മത്തായിയുടെ സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഉറക്കെ നമുക്ക് വായിക്കാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു ചോദ്യമാണ്. ചോദ്യത്തിനകത്ത് ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് ആ നക്ഷത്രത്തെ പിന്തുടർന്ന് 3 ജ്ഞാനികളായിട്ടുള്ള അസ്ട്രോളജിസ്റ്റുകൾ, 3 വാനനിരീക്ഷണ ശാസ്ത്രജ്ഞന്മാരായ ഒരു പറ്റം ആൾക്കാർ അത് കിഴക്ക് ദേശത്തു നിന്നും ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് വരിക. അവർ ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് വന്നു. അവര് യഹൂദയിൽ അടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കറിയാം, ആ നക്ഷത്രത്തെ സ്റ്റഡി ചെയ്തപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ നക്ഷത്രം ഒരു രാജാവിന്റെ ജനനത്തിന്റെ നക്ഷത്രമാണ്. അപ്പോൾ ആ നക്ഷത്രത്തെ അവർ പിന്തുടർന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ കൊട്ടാരത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഉള്ളിൽ ഒരു സംശയം. രാജാവ് ജനിക്കുവാണെങ്കിൽ എവിടെയാണ് ജനിക്കേണ്ടത്? കൊട്ടാരത്തിലാണ്. അവർ നേരെ കൊട്ടാരത്തിലോട്ട് കയറി ഹേരോദാവ് രാജാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? ഞങ്ങൾ അവന്റെ നക്ഷത്രം കൊടുന്ന് വായിക്കാമോ? ഞങ്ങൾ അവന്റെ നക്ഷത്രം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ഇവന് നമസ്കരിക്കാൻ വരികയാണ്. ഇനി 1-2 ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചോദിക്കാം. യഹൂദന്മാരുടെ രാജാവിനെ, ഇവർ യഹൂദന്മാരല്ല, ഈ ജ്ഞാനികൾ, ഈ അസ്ട്രോളജിസ്റ്റുകൾ ആരും യഹൂദന്മാരല്ല. യഹൂദരല്ലാത്ത ആൾക്കാര് യഹൂദന്മാരുടെ രാജാവിനെ നമസ്കരിക്കാൻ എന്തിനാ വരുന്നത്?
അതിന്റെ കാരണമുണ്ട്. ഈ രാജാവ് കേവലം യഹൂദന്മാരുടെ മാത്രം രാജാവല്ല. കാരണം ഈ രാജാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വാന നിരീക്ഷണം നടത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്നിരിക്കുന്നതായ അതിന്റെ നക്ഷത്രമാണെന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ കടന്നു വന്നത്. രണ്ടാമത്തെ കാര്യം, യേശു ജനിച്ചത് രാജാവായിട്ടാണ്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം. ഈ വിശുദ്ധ വേദപുസ്തകമായ 66 പുസ്തകങ്ങളും പഠിച്ചു നോക്കുമ്പോൾ യേശു ഭൂമിയിൽ ഒരു രാജ്യവും സ്ഥാപിച്ചിട്ടില്ല. പിന്നെ എന്തോത്തിന്റെ രാജാവ്? ആരുടെ രാജാവാണ് യേശു? ഒരിക്കൽ യേശു ക്രിസ്തുവിനെ ആൾക്കാരെല്ലാം കൂടെ രാജാവാക്കുവാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട്, യേശു ഞങ്ങളുടെ രാജാവാകണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ രാജാവാക്കുവാൻ വേണ്ടി കടന്നു വന്നു. ആ സമയം, ആ സംഭവം യോഹന്നാന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ്: യേശുവിനെ രാജാവാക്കുവാൻ വേണ്ടി എല്ലാവരും കടന്നു വന്നപ്പോൾ യേശു അവരെ പറഞ്ഞു വിട്ടേച്ച് യേശു ഒറ്റയ്ക്ക് മലയിലേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. രാജാവാകാൻ താൻ നിന്നുകൊടുത്തില്ല. അപ്പോൾ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ആഗ്രഹം നടത്തിക്കൊടുത്തില്ല. പിന്നെ യേശു എന്തോത്തിന്റെ രാജാവാണ്? അപ്പൊ ഈ ബൈബിളിലെ വാക്യം തെറ്റാണോ? യഹൂദന്മാരുടെ രാജാവായി പിറന്നു എന്ന് പറഞ്ഞ യേശു ഭൂമിയിൽ ഒരു രാജ്യത്തെ രാജാവായിട്ടിരുന്നിട്ടില്ല. പിന്നെ എന്തോത്തിന്റെ രാജാവാണ് യേശു? പിന്നെ യേശു രാജാവാണോ? നമുക്ക് വേദപുസ്തകത്തിൽ 1-2 കാര്യങ്ങളുണ്ട്. യേശു തന്നെ എന്തുവാണ് പറഞ്ഞേക്കുന്നത് നോക്കാം. യേശു രാജാവാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 3-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 20 അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചതായ പീലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുക: നീ യഹൂദന്മാരുടെ രാജാവ് ആണോ? അതിന് യേശു കൊടുത്ത മറുപടി: ഞാൻ ആകുന്നു, ഞാൻ ആകുന്നു. പക്ഷേ യേശു യഹൂദന്മാരുടെ അന്നത്തെ രാജാവല്ലായിരുന്നു. പിന്നെ എന്തിനാ യേശു ആ മറുപടി കൊടുത്തത്? യേശു യഹൂദന്മാരെ അന്ന് ഭരിച്ചിട്ടില്ല. യഹൂദന്മാർ യേശുവിനെ തള്ളി. സകലരും പറഞ്ഞു, യവനെ ഞങ്ങൾക്ക് രാജാവായിട്ട് വേണ്ട, തള്ളി. യേശു പിന്നെ ഏതാണ് രാജാവ്? യേശുവിന്റെ രാജ്യം ഏതാണ്? എന്താണ് ആ രാജ്യത്തിന്റെ പ്രത്യേകത? എന്തിനാണ് യേശു വന്നത്? അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ച കാര്യമേ, ഈ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ വന്നു. അസ്ട്രോളജിസ്റ്റ് വന്നിട്ട് പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ, അവനെ ആരാധിക്കുവാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പുകാരതാണ്. എന്നാൽ യേശു ജനിച്ച സമയത്ത് ഏറ്റവും ആദ്യം യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്നത് അസ്ട്രോളജിസ്റ്റുകളല്ല. ആദ്യം യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്നത് പാവപ്പെട്ടതായ ചില ആട്ടിടയന്മാരാണ് യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 10-11 വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യം. ദൂതൻ അവനോട് ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു, ഈ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ബേത്ലഹേമിൽ ജനിച്ചു. അതിന്റെ ഒരു നമ്മളൊരു ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, യേശു ജനിച്ച സ്ഥലം ഇന്നു വരെ ആർക്കും അറിയത്തില്ല. എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമിൽ ജനിച്ചു. ആ കാലിത്തൊഴുത്തിൽ കിടത്തി എന്നെഴുതിയിട്ടുണ്ട്. പക്ഷെ യേശു ജനിച്ച അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം അത് മറച്ചു വെച്ചു. എന്തിനു മറച്ചു വെച്ചെന്നറിയാമോ? ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നുള്ള സകല ആൾക്കാരും യേശു ഇവിടെയാണ് ജനിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിനെ ആരാധിക്കാൻ വേണ്ടി പോകും. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിളിലെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ മഹത്വം ദൈവം വേറെ ആർക്കും ഒന്നിനും കൊടുക്കത്തില്ല. കാരണം ഏതെങ്കിലും സ്ഥലത്തോ
സ്ഥലത്തിനെയോ വേറെ ഏതെങ്കിലും വസ്തുവിനെയോ ദൈവം ആരാധിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം തൻ്റെ താൻ സൃഷ്ടാവായത് തന്നെ മാത്രമായിരിക്കണം മനുഷ്യൻ ആരാധിക്കണം എന്നതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു ജനിച്ചതായ സ്ഥലം ദൈവം മറച്ചു വെച്ചു. യേശു ബേത്ലഹേമിൽ ജനിച്ചു. അന്ന് രാത്രിയിൽ, യേശു ജനിച്ചതായ അന്ന് രാത്രിയിൽ ചില ആട്ടിടയന്മാര് വെളിയിൽ ആടിനെ കാവൽക്കാത്ത് വെളിയിൽ കിടക്കുകയാണ്. ആടിനെ കാവൽക്കാത്ത് വെളിയിൽ കിടക്കുന്നതായ ആ സമയത്ത് അവര് രാത്രി ആയപ്പോഴത്തേന് ഒരു വലിയ ശബ്ദം മൂളിൽ നിന്ന് കേൾക്കുകയാണ്. മൂളിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു മാലാഖ കൂട്ടം, കുറേ മാലാഖന്മാര് ആകാശത്തിൽ നിന്നുകൊണ്ടും ഈ ആട്ടിടയന്മാരോട് സംസാരിക്കുകയാണ്. സംസാരിച്ച വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. അവര് ഈ മാലാഖന്മാരുടെ പ്രകാശവും ആ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആട്ടിടയന്മാര് ഭയപരവശരായി തീർന്നപ്പോൾ അവരോട് ഈ മാലാഖന്മാര് പറഞ്ഞ വാക്കാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ശ്രദ്ധിക്കണമേ, സത്യത്തിൽ ആ യഹൂദന്മാരായുള്ള ആൾക്കാരോട് ഈ ദൂതന്മാര് പറയേണ്ടത് എന്തെന്നറിയാമോ? യഹൂദന്മാരായുള്ള ആൾക്കാർക്ക് മഹാസന്തോഷം ഉണ്ടാകുന്ന കാര്യം ആണെന്നല്ല ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മാലാഖമാർ വന്നിട്ട് ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന ജാതികൾക്കോ ഏതെങ്കിലും ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മഹാസന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ ജനനമെന്ന് ഒരു ബൈബിളിൽ ഒരു വാക്യമില്ല. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ് എന്തെന്നറിയാമോ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശുവിൻ്റെ ജനനം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള. അങ്ങനെയുണ്ട് എങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മഹാസന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. ആ കാര്യം പറഞ്ഞിട്ട് പറയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി ജനിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി ജനിച്ച വ്യക്തിയായ യേശു ക്രിസ്തു. ചില ആൾക്കാർ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ എനിക്കാരുമില്ലെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഈ വേദപുസ്തകത്തിൽ, ദൈവത്തിന്റെ വചനമായി ഈ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾക്കു വേണ്ടിയാണ് യേശു ജനിച്ചത്. ഈ വേദപുസ്തകം പറഞ്ഞൊരു കാര്യമുണ്ട്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരമ്മ നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ആഴമായി നിങ്ങളുടെ സൃഷ്ടാവായ ദൈവമായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എനിക്ക് ഈ സത്യം അറിയില്ലായിരുന്നു കേട്ടോ. 21 വയസ്സ് വരെയും എനിക്ക് ഈ സത്യം അറിയില്ലായിരുന്നു. ഇതിന് വിരുദ്ധമായിരുന്നു. കാരണം ഇതിനെ എനിക്ക് മഹാപുച്ഛത്തോടെ വെറുപ്പോടെ കണ്ടിരുന്ന ഞാൻ ഈ സത്യത്തിലേക്ക് വന്നത് ദൈവം കൃപയാൽ യേശു ആരാണെന്ന് അറിയുവാനായിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ആരും എന്നോട് വന്ന് സൂചന പറഞ്ഞിട്ടല്ല. ഞാൻ ഗുജറാത്തിൽ ജോലിക്ക് വേണ്ടി പോയ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് കുത്തിയിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്കൊരാഗ്രഹം, ഈ ബൈബിൾ ഒന്ന് വായിക്കണമല്ലോ എന്നുള്ള ആ ഒരൊറ്റ ആഗ്രഹത്തിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. കാരണം എല്ലാ ചെറുപ്പക്കാരെ പോലെ തന്നെ ഞാനും ലോകത്തിൻ്റെ മോഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നിങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ സാക്ഷ്യം പലർക്കും അറിയാം. ശപിക്കപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നു വീണത്. ശാപം പിടിച്ച തകർന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നു വീണത്. 6 മക്കളുള്ള ഭവനം. ആണുങ്ങൾ ആരും 50 വയസ്സ് തയ്ക്കത്തില്ല. അപ്പൻ്റെ ചേട്ടൻ്റെ അനിയനെ, എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മക്കളെ, ചേട്ടൻ്റെ മക്കളെ, ഇവരൊക്കെ 50 വയസ്സിന് മുന്നേ ലോകത്തു നിന്ന് മാറ്റപ്പെടും. സാമ്പത്തികമായിട്ട് ഒരു പുരോഗതിയും ഇല്ലാത്ത തകർന്ന് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനം. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോകുന്ന ഭവനത്തിൽ ജനിച്ച ഞാൻ ഒരു ദിവസം ആ വീട് പൊളിഞ്ഞു വീണ് അമ്മയുടെ തലയിൽ വീണ് തലയെല്ലാം പൊട്ടി. ആശുപത്രി കൊണ്ടുപോകാൻ നിർവാഹമില്ല, 1 രൂപ എടുക്കാനില്ല. എൻ്റെ അപ്പൻ 50 വയസ്സിന് മുന്നേ അറ്റാക്ക് വന്ന് ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. 6 മക്കളെ കൊണ്ട് ജീവിക്കാൻ ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഭയമായതുകൊണ്ട് പട്ടിണി കിടന്നു. അടുത്തുള്ള വീട്ടിലെ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്ന് അതിലുപ്പിട്ട് കുടിച്ചുകൊണ്ട് പല ദിനരാത്രങ്ങൾ ഞങ്ങൾ കിടന്നുറങ്ങി. 9 വർഷം ഞാൻ അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. കാരണം ജീവിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും കിടന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഒരു ശപിക്കപ്പെട്ടതായി ശാപം പിന്തുടർന്നു വരുന്ന, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തകർത്തു വാരിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിൽ ജനിച്ച് ഞെളിവിരി കൊണ്ടിരിക്കുക. പലരും ദിനരാത്രങ്ങൾ കടന്നുറങ്ങുമ്പോൾ പേടിയാ. ക്ഷുദ്രജീവികളെ സ്വപ്നം കാണും, എഴിഞ്ഞു വരുന്നതും ഓടി വരുന്നതും കടിക്കാൻ വരുന്നതും. അങ്ങനെ പല രാത്രികൾ ഭയമായിരുന്നു. ജീവിതത്തിൽ ചെല്ലുന്നിടത്തൊക്കെയും പരാജയമായി. വിദ്യാഭ്യാസങ്ങൾ, എൻ്റെ സഹോദരങ്ങളാൽ ആരും 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. ഞാൻ മാത്രം 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ നൈറ്റിൽ പോയി. പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പിന്നെ അതിന് നിർവാഹമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കുവാനില്ല. അങ്ങനെ ഗുജറാത്തിൽ ഒരു ചെറിയ ജോലിക്ക് വേണ്ടി പോയ സമയത്ത് ഈ കുത്തിയിരുന്ന് ഞാൻ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആ വായന എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ തുടങ്ങി. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഈ ബൈബിളിലെ ഒരു പ്രത്യേകതയുണ്ട്. ബൈബിളിലെ വാക്യങ്ങൾക്ക് പവറുണ്ട്. കാരണം യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഈ വചനത്തിനകത്തൊരാത്മാവുണ്ട്, ഈ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ സൗഖ്യമായത് എൻ്റെ അനുഭവത്തിൽ പലതുണ്ട്. ഞങ്ങൾ ഈ മാവേലിക്കരയിൽ പൂക്കട ജംഗ്ഷൻ ചർച്ചില് പല ആൾക്കാർ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമായിട്ടുണ്ട്. ഞങ്ങൾ ആരും തലയെ കൈവെക്കാനോ പ്രാർത്ഥിക്കാനോ തല കുലുക്കാനോ പോയിട്ടില്ല. കാരണം എന്തറിയാമോ? ആ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ വ്യക്തികൾ പോലും അറിയാതെ ആ ആത്മാവ് ആ വ്യക്തിയുടെ രോഗത്തെ എടുത്തു മാറ്റുന്ന അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളായിരിക്കണമേ. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം വിടുവിക്കണം. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്നു. ഗുജറാത്തിൽ വെച്ച് ബൈബിൾ വായിച്ച് യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മോഹങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. നല്ലൊരു വീട് വെക്കണം. കാരണം പട്ടിണി കിടന്ന് തകർന്ന കുടുംബത്തിൽ ജനിച്ച് ഞാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു നല്ല വീട് പണിയണം, ഒരു നല്ല ബൈക്ക് എടുക്കണം, ഒരു സൈക്കിൾ മേടിക്കാൻ ഗതിയില്ല, ഒരു നല്ല ബൈക്ക് മേടിക്കണം. ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഈ ശാപം പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. കർത്താവേ, എൻ്റെ കുടുംബത്തെ പിന്തുടർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാപത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം വേദപുസ്തകത്തിൽ യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഏതു മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഞാനും പ്രാർത്ഥിച്ചു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശുവെങ്കിൽ എന്നെയും പ്രകാശിപ്പിക്കുവാൻ ഈ യേശുവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റണമേ, എൻ്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറ്റണമേ. എൻ്റെ ചേട്ടന് 50 വയസ്സാകുന്നതിന് മുന്നേ തലയിൽ ക്യാൻസർ വന്നു. എൻ്റെ മൂത്ത ചേട്ടൻ, എൻ്റെ ഇളയ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി അസുഖങ്ങളുണ്ട്. എൻ്റെ അമ്മ 3-4 പ്രാവശ്യം അറ്റാക്ക് വന്ന് റോഡിൽ ഉരുണ്ട് വീണ് എന്നും ഹോസ്പിറ്റലിൽ വീടുമായിട്ട് കയറി ഇറങ്ങുന്നു. ആ അവസരത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം എന്നെ തേടി വന്നു. ആരും ഞങ്ങളെ സഹായിക്കുവാനില്ലായിരുന്നു. ഒരു നേതാക്കന്മാർ ഞങ്ങളെ സഹായിക്കാൻ വന്നില്ല. കാരണം ഈ ബൈബിൾ ഞാൻ എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ നാളുകൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ, അന്ന് ഞാൻ ആ മാവേലിക്കരയിൽ ചെറുവെന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട്ടിൽ താമസിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ്. ഒരു മാലാഹ എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു. ആ മാലാഹ വന്നിട്ട് ഒരു ഭയങ്കരം പെരുമ്പാമ്പിനെ പിടിച്ചോണ്ടാണ് വന്നേക്കുന്നത്. എൻ്റെ മുമ്പിൽ ആ മാലാഹ വന്നിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ശക്തി. ഞാൻ പറഞ്ഞു, അതിന് എനിക്ക് എൻ്റെ കയ്യിലോട്ട് തരാൻ പറഞ്ഞു. ആ പാമ്പിനെ എൻ്റെ കയ്യിലോട്ട് തന്നു. ഇതെൻ്റെ സ്വപ്നത്തിലാണ്. ഞാൻ എൻ്റെ തലയിലും വാലിലും പിടിച്ച് തീക്കകത്തോട്ട് വെച്ച് അതിനെ കരിച്ച് ഞാൻ കളഞ്ഞു. ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. എന്താ ദൈവം ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? അന്നേ ദിവസം വൈകിട്ട് എൻ്റെ 2ാമത്തെ ചേട്ടൻ്റെ വീട്ടിൽ ഒരു കൊച്ചു കുടില, നിങ്ങൾക്ക് ചിലർക്കറിയാമായിരിക്കും, ടാർ ഷീറ്റാണ് മുകളിൽ പലകയടിച്ച 2 മുറിയുള്ള കൊച്ചു കുടില്. ആ കുടിലിനകത്ത് വെച്ച് കുറച്ച് ചേട്ടനപ്പുറത്ത് മാറി താമസിക്കുന്നു. അവർക്ക് 40,000 രൂപ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ് ആ കുടിലിനകത്ത്. 2 മക്കളുണ്ട്. 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഭാര്യയുണ്ട്. ചേട്ടൻ 9ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് ആ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥനയാണ്. അന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു നിങ്ങളെ രക്ഷിക്കും, വിടുവിക്കും എന്ന് പറഞ്ഞിട്ട് യേശുവിന് വേണ്ടി ആര് ഹൃദയം കൊടുക്കും, യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നവരാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 70 വയസ്സുള്ള അടുത്തുള്ള എൻ്റെ അമ്മ ആദ്യം മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, യേശുവിനെ എനിക്ക് വേണം. എൻ്റെ ചേട്ടൻ മുട്ടുകുത്തി യേശുവിനെ എനിക്ക് വേണം. ചുരുക്കമായി ഞാൻ പറയാം. അതിനുശേഷം എൻ്റെ അമ്മയും ചേട്ടനും ബൈബിൾ വായിക്കാൻ തുടങ്ങി. കുത്തിയിരുന്ന് ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും.
നിങ്ങളോട് ചുരുക്കമായി പറയട്ടെ, എൻ്റെ ചേട്ടത്തി കായംകുളം ചന്തയിൽ 2 രൂപയ്ക്ക് 2 രൂപയുടെ പത്രം ഉണ്ടാകുന്നു. ഉച്ച കഴിഞ്ഞത്തെ പത്രം 2 രൂപ പത്രം ചന്തകളിൽ വിറ്റിട്ട് വൈകുന്നേരമാകുമ്പോൾ 100 രൂപ വരുമാനം കിട്ടുമ്പോൾ വലിയ സന്തോഷത്തോടെ വരുന്നത്. ഇന്ന് 100 രൂപ കിട്ടി. ആ ചേട്ടത്തി ഇന്ന് ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചുകൊണ്ട് ഇസ്രായേലിൽ താമസിക്കുക. 5-6 വർഷമായിട്ട് ഇസ്രായേലിൽ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുക. ഒരു വ്യക്തി ഞങ്ങളെ സഹായിച്ചതല്ല. കാരണം വേദവസ്തുവിൽ പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവുകയില്ല. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അവരുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് വേദപുസ്തകത്തിലെ കർത്താവായ യേശു ക്രിസ്തു. അത് ഏത് ജാതിയെന്നോ വർണ്ണമെന്നോ കുലമെന്നോ വ്യത്യാസമില്ല കേട്ടോ. വേദപുസ്തകം പറയുന്നു, ആര് തന്നെ വിളിച്ചപേക്ഷിച്ചാലും, ആര് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ആ വ്യക്തികളെ രക്ഷിക്കുവാൻ യേശു സർവശക്തനാണ്. എൻ്റെ അനുഭവം ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അതേ എന്നെ ഏൽപ്പിച്ച വചനത്തിൽ തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരട്ടെ. യേശു ജനിച്ചത് രാജാവായിട്ടാണ്. പക്ഷേ യേശു എവിടുത്തെ രാജാവായിട്ട് ഇരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ എവിടുത്തെ രാജാവാണ് യേശു? പിന്നെ ഏത് രാജാവാണ് യേശു? യേശുവിന്റെ രാജ്യം എങ്ങനെയുള്ള രാജ്യമാണ്? വേദപുസ്തകത്തിൽ നമുക്ക് നോക്കാം. യേശു രാജാവാണോ? ആണ്. ഏത് രാജാവാണ്? യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. എന്റെ രാജ്യം ഐഹികമല്ല. യേശു പറയുകയാണ്, എന്റെ രാജ്യം ഐഹികം അല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ, എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. അപ്പോൾ യേശുവിന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പലതും പറയുന്നുണ്ട്. യേശുവിന്റെ രാജ്യം കാണപ്പെടുന്ന ഒരു രാജ്യമല്ല, കണ്ണുകൊണ്ട് നോക്കി കാണത്തില്ല. പിന്നെ അതെന്തോ രാജ്യമാണ്? സമയം നമ്മളെ അനുവദിക്കാത്തതുകൊണ്ട് ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. പഴയ നിയമത്തിൽ യേശു ജനിക്കുന്നതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ പ്രവാചകന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ദൂത് പറഞ്ഞു, ഒരു രാജാവ് നീതിയോടെ വാഴും, ആ രാജ്യം നിത്യ രാജ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനമില്ലാത്ത നിത്യ രാജ്യമായിരിക്കും ആ രാജ്യം. ആ രാജ്യത്തിന് വേണ്ടി യൂദന്മാര് നോക്കിക്കൊണ്ടിരിക്കുക. നിത്യരാജ്യം നമുക്കറിയാം, ലോകത്തിലുള്ള ഒരു രാജ്യവും നിത്യരാജ്യമല്ല. ലോകത്തിലുള്ള ഒരു രാജാക്കന്മാരും നിത്യ രാജാക്കന്മാരല്ല. അതിന്റെ കാരണം എന്താ? നമുക്കറിയാം, ലോകത്തെ കിടുകിട വിറപ്പിച്ചതായ അനേക രാജാക്കന്മാരുണ്ട്. പക്ഷെ അവരാരും ഇന്ന് ജീവനോടില്ല. കാരണം എന്താ? മരണം വഴി അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയതായ അലക്സാണ്ടർ ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഇതെന്തോ രാജ്യമാ? പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, യേശു സ്ഥാപിക്കുന്ന രാജ്യം എങ്ങനെ രാജ്യമാണെന്ന് അറിയാമോ? നിത്യരാജ്യമാണ്. നിത്യരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? വേദപുസ്തക പുതിയ നിയമത്തിൽ തുടങ്ങുമ്പോൾ തന്നെ യേശുവിന് മുന്നോടിയായിട്ട് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നതായ വ്യക്തി അന്ന് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം മരുഭൂമിയിലും ആറിന്റെ തീരത്തെല്ലാം വിളിച്ചു പറഞ്ഞു. അതിങ്ങനെ വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. എന്താണ് ദൈവരാജ്യം? ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യന്റെ രാജ്യമല്ല, ദൈവരാജ്യം, ദൈവത്തിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ. സ്നാപക യോഹന്നാൻ കേവലം 6 മാസം ശുശ്രൂഷിച്ചു, അദ്ദേഹം മരിച്ചുപോയി. സ്നാപക യോഹന്നാന്റെ ശേഷം യേശു ക്രിസ്തു പ്രസംഗിക്കാൻ തുടങ്ങി. സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ ആ സുവിശേഷങ്ങളൊക്കെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം, യേശു പ്രസംഗിക്കാൻ തുടങ്ങി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു 33.5 വയസ്സിൽ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അതിനുശേഷം 40 വർഷത്തോളം യേശു ഈ ഭൂമിയിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഈ 40 വർഷം ഒരൊറ്റ വിഷയമാണ് പഠിപ്പിച്ചത്, ദൈവരാജ്യത്തെക്കുറിച്ച് ഈ ശിഷ്യന്മാരോട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമായിട്ട് അപ്പോസ്തലന്മാർ എല്ലാവരും പ്രസംഗിക്കാൻ തുടങ്ങി ദൈവരാജ്യം.
ഫിലിപ്പോസ് പ്രസംഗിക്കാൻ തുടങ്ങി ദൈവരാജ്യം, പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി ദൈവരാജ്യം. ഇങ്ങനെ ബൈബിളിന്റെ പുതിയ നിയമത്തിന്റെ മുഴുവൻ വിഷയവും ഒരൊറ്റ വിഷയമാണ്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം. എന്താ ദൈവരാജ്യം? പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ദൈവരാജ്യം കാണത്തക്കവണ്ണമുള്ളതല്ല. പിന്നെയോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ ദൈവം ഒരാത്മാവ് വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ എന്ന് പറയുന്ന രാജാവ് എഴുതിയതായ ഒരു പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞേക്കുന്നത്: ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് വീട്ടിൽ ജനിച്ച് വീണവരാണെങ്കിലും ഏത് കുടുംബത്തിൽ പിറന്നവരാണെങ്കിലും നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു നിത്യതയുണ്ട്. നിത്യത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരിക്കലും അവസാനമില്ലാത്ത, മരണമില്ലാത്ത, എന്നേക്കും ജീവിക്കുന്ന, ഒരിക്കലും എന്നേക്കും ജീവിക്കുന്ന ഒരു കാര്യം എൻ്റെയും നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ സെമിട്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകും. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേന് പൊടിയായിത്തീരും. വേറെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചിതയിലേക്ക് എടുത്തുകൊണ്ട് പോയി അവർ കത്തിച്ച് ചാമ്പലായിത്തീരും. പക്ഷേ അത് നമ്മുടെ ശരീരമാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ദൈവം ഒരു നിത്യത വെച്ചിട്ടുണ്ട്. നിത്യത, അതായത് ഒരാത്മാവും പ്രാണനും ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ മരിക്കുമ്പോൾ, നിങ്ങൾ മരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ ആത്മാവ് വെളിയിൽ വരും. ആത്മാവിനെ കത്തിക്കാൻ, ചാരമാക്കുവാൻ, സെമിട്രിയിൽ അടക്കുവാൻ കഴിയത്തില്ല. ആത്മാവ് വെളിയിൽ വരും, പ്രാണൻ വെളിയിൽ വരും. ആത്മാവും പ്രാണനും ഈ വെളിയിൽ വന്ന ആത്മാവ് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, ആ വ്യക്തി ആ മരിക്കുമ്പോൾ ആ ക്ഷണത്തിൽ, സെക്കൻഡിൽ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വെളിയിൽ വരും. അതിനുശേഷം ആ വ്യക്തിക്ക് കാണാൻ പറ്റും, അവിടെ ബോഡി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ആ ബോഡിക്കകത്ത് പിന്നെ പ്രവേശനമില്ല. ഈ ആത്മാവും പ്രാണനും പിന്നെ എങ്ങോട്ടാ പോകുന്നത്? പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഈ ആത്മാവും പ്രാണനും വെളി വന്നു കഴിഞ്ഞാൽ പോകുവാൻ വേണ്ടി രണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ട് സ്ഥലം. അത് 2 രാജ്യമാണ്. ഒന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ് ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിലേക്ക്, ദൈവിക പർദീസിലേക്ക് എൻ്റെ ആത്മാവ് പോകണം. ഇല്ല എങ്കിൽ ഇരുട്ടിന്റെ രാജ്യമായ, പിശാചിന്റെ അവകാശമായ നരകത്തീ പൊയ്കയിലേക്ക് എൻ്റെ ആത്മാവ് മാറ്റപ്പെടണം. എൻ്റെ ആത്മാവ് എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ ആത്മാവ് എവിടെ ആയിരിക്കണം പോകേണ്ടത് തീരുമാനിക്കേണ്ട അധികാരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കാം. അത് വേറെ ആർക്കുമില്ല. അപ്പോൾ ശ്രദ്ധിക്കണമേ, യേശു എന്തിനു വേണ്ടി ഇവിടെ വന്നേന്നറിയാമോ? യേശുവിനെ നമുക്കറിയാം. യേശു വന്നപ്പോൾ 100 കണക്കിന് വ്യക്തികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ഭൂതഗ്രസ്തരെ യേശു വിടുവിച്ചിട്ടുണ്ട്. മരിച്ച് ചീഞ്ഞളിഞ്ഞു പോയ ശവശരീരത്തെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വലിയ അനുഗ്രഹമല്ല. അതിന്റെ കാരണം എന്താ? 4 ദിവസം ചീഞ്ഞളിഞ്ഞിരുന്ന ശവശരീരമായ ലാസർ എന്ന് പറയുന്ന വ്യക്തിയെ യേശു ഉയർത്തെഴുന്നേറ്റു. കുറെ നാൾ കഴിഞ്ഞ് പിന്നെയും പുള്ളി മരിച്ചുപോയി. അത് നിത്യമല്ല, താൽക്കാലികമായിരുന്നു. യേശു ഒത്തിരി രോഗികളെ സൗഖ്യമാക്കി. മെഡിക്കൽ കോളേജ്, അന്നത്തെ മെഡിക്കൽ സയൻസ് തള്ളിയതായ ആയിരക്കണക്കിന് പേരെ സൗഖ്യമാക്കി. പക്ഷെ അത് നിത്യമല്ല, താൽക്കാലികമായിരുന്നു. കാരണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവര് പിന്നെയും പ്രായമായി, അവർ ചത്തുപോയി. അപ്പൊ ആ അനുഗ്രഹം ഒന്നും നിത്യമല്ലായിരുന്നു. എന്നാൽ ദൈവം യേശു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ഇതൊന്നുമല്ല. യേശു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യർക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്നത്. അത് വേറെ ആർക്കും തരുവാൻ കഴിയുകയില്ല. അതാണ് ദൈവം മനുഷ്യർക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതായത് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി, ആത്മാവിൻ്റെ നിത്യജീവിതം തരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാനായിട്ടിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. നമ്മളെ ചിന്തിക്കുന്നത് യേശുവിൻ്റെ രാജ്യമാണല്ലോ.
ആ രാജ്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 31 മുതൽ 35 വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കണം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ആരുടെ രാജ്യത്തിന്? യേശുവിന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ആ രാജാവിന് മാത്രമല്ല അവസാനം ഉണ്ടാകാത്തത്, ആ രാജ്യത്തിനും അവസാനമില്ല. ശ്രദ്ധിച്ചേ, ആ രാജ്യത്തിനകത്തൊരാൾ കയറിയാൽ, യേശുവിന്റെ രാജ്യത്തിനകത്തൊരാൾ കയറി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ അവസാനമില്ല. ആ വ്യക്തി എന്നേക്കും ജീവിച്ചുകൊണ്ട്, ആ വ്യക്തി ഒരിക്കലും പിന്നെ ഇല്ലാതെ മരണിക്കാതെ എന്നേക്കുമായിട്ട് നിത്യജീവനിലേക്ക് ആ വ്യക്തി കടന്നു കയറി കഴിഞ്ഞു. പിന്നീട് മരണമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത് ഈ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാ. ആ രാജ്യത്തിന്റെ പേരാണ് ദൈവത്തിന്റെ രാജ്യം. ഈ രാജ്യത്തിനകത്ത് കയറി കഴിഞ്ഞാൽ മരണമില്ല. പക്ഷെ ഈ രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഒരാൾ കയറാൻ കഴിയുന്നത്? ആ രാജ്യത്തിനകത്ത് എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. കാരണം ആ രാജ്യത്തിനകത്ത് കയറണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, ഒറ്റ നിബന്ധനയുണ്ട്. 1 രൂപ കൊടുക്കണ്ട. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ള അനേക ആൾക്കാർ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പല ആൾക്കാരും ഇപ്പം അങ്ങോട്ട് വെളിയിലേക്ക് കുടിയേറിയ ആൾക്കാരുണ്ട്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നല്ലതായ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, അതിനൊക്കെ ഒത്തിരി പൈസ കൊടുക്കണം, ഒത്തിരി പൈസ. എന്നാൽ ആ രാജ്യത്ത് പോയാലും എന്നേക്കും ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. കുറേ വർഷം കഴിയുമ്പോൾ അവർ മരിച്ച് അവരെ മൺമറഞ്ഞു പോകും. എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാമോ? ഈ രാജ്യത്തിനകത്ത് മരണമില്ല. ഈ രാജ്യത്തിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യം ആനന്ദം, നിത്യം സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിനകത്ത് കയറുവാൻ 1 രൂപ മുതൽ മുടക്കില്ല. ഒരു പുണ്യ അല്ലെ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ഏതെങ്കിലും നേർച്ച കാഴ്ചകളോ ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. പിന്നെ ഈ രാജ്യത്തിനകത്തേക്ക് എങ്ങനെയാണ് പ്രവേശിക്കാൻ കഴിയുന്നത്? അവിടെ കർത്താവ് തന്നെ അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ പറയുന്നുണ്ട്. സ്തോത്രം. നമുക്കത് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മതി. ഈ രാജ്യത്തിനകത്ത് എങ്ങനെ പ്രവേശിക്കാം? യേശുവിന് വ്യക്തമായി മറുപടി പറയുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു, അതിന്റെ കാലമായി. ഈ രാജ്യത്തിനകത്ത് എങ്ങനെ കയറാം? അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് കയറാം. എന്തുവാണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ജീവിച്ചതായ അനുഭവം, ഇതുവരെ ചെയ്തതായ അനുഭവത്തിന് ജസ്റ്റ് ഒരു യു ടേൺ എടുത്തുകൊണ്ട് തിരിഞ്ഞു വന്നുകൊണ്ട് പഴയ സ്വഭാവങ്ങളെ മാറ്റി ജീവിതത്തിൽ പാപ സ്വഭാവത്തിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇനി പാപ സ്വഭാവത്തിൽ എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിൽ അതോടെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ മെസ്സേജ് കഴിയും. അല്പസമയോടെ ആകുമ്പോഴത്തേന് ഞാനത് പറഞ്ഞ് തീർത്ത് നമ്മുടെ മെസ്സേജോടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും.
എന്തുവാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? സുവിശേഷം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നല്ല വർത്തമാനം. സുവിശേഷം എങ്ങനെയാണ് നല്ല വർത്തമാനമാകുന്നത്? പ്രിയമുള്ളവരെ, ഈ ദൈവരാജ്യത്തിനകത്ത് ആർക്കെങ്കിലും കയറണമെങ്കിൽ, കാരണം ഈ രാജ്യം, ദൈവം ഒരുക്കിയ ഈ രാജ്യം പരിശുദ്ധമാണ്. ആ പരിശുദ്ധമായ രാജ്യമായതുകൊണ്ട് ഒരു പാപികൾക്കും അവിടെ പ്രവേശനമില്ല. ഒരു പാപികൾക്കും ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. അതേ കാര്യം തന്നെ വേദോസത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികളാണ്. അപ്പൊ ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപികളാണെങ്കിൽ ഭൂമിയിലുള്ള ആർക്കും ഈ രാജ്യത്തിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രവേശിക്കാൻ പറ്റത്തില്ല. ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിൽ പിന്നെ മനുഷ്യന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം നരകത്തീപ്പൊയ്കയാണ്. എന്നാൽ നോക്കണമേ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ഒരു സൃഷ്ടികൾ പോലും നരകത്തിൽ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ദൈവം എന്തോർത്തറിയാമോ? മനുഷ്യന്റെ പാപത്തിന് എന്തോ ചെയ്താലും പരിഹാരമില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്, അത് ഒരു നാളും ആരെ കൊണ്ടും സാധിക്കത്തില്ല എന്ന് വ്യക്തമായി സങ്കീർത്തനത്തിൽ 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. അതുകൊണ്ട് മനുഷ്യൻ, പാപത്തിൽ ജനിച്ച മനുഷ്യൻ, പാപത്തിൽ മരിക്കുന്ന മനുഷ്യൻ നരകത്തീപ്പൊയ്കയിലേക്ക് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ദൈവം എന്തോ ചെയ്തെന്നറിയാമോ? മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ രക്ഷിക്കുവാൻ ആ ദൈവം തന്നെ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ആ മനുഷ്യന്റെ മുഴുവൻ ലോകത്തിലെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം താൻ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി. അതായത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് മോചിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു. അതുകൊണ്ടാണ് മാലാഖമാര് പാട്ട് പാടിയിട്ട് പറഞ്ഞത്, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് യേശു ജനിച്ചത്? നിങ്ങൾക്ക് വേണ്ടി. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചത്? എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിങ്ങളുടെ പാപത്തെ, അകൃത്യത്തെ നിങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് സ്വർഗരാജ്യം തരുവാൻ വേണ്ടി, നിങ്ങൾ പാപമില്ലാത്തവരായിരിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ രക്ഷകനായ സൃഷ്ടാവായ യേശു നമ്മുടെ സകലരുടെയും പാപം തൻ്റെ ശരീരത്തിൽ യേശു ഏറ്റെടുത്തിട്ട് ആ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മേൽ തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ രക്തം ചിന്തി മരിച്ചത്. യേശുവിനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവനെ സ്വയമേധയാ നിങ്ങൾക്ക് വേണ്ടി വെച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ഇത്രത്തോളം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വേദവസം പറയുന്നത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കരത്തിൽ ഞാൻ വരച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കാൽവരി ക്രൂശിൽ വേദനയോടെ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് ആ കാൽവരി ക്രൂശിൽ നിന്നാണ് യേശുവിന് ഇറങ്ങി വരാം. എന്നാൽ യേശു ഇറങ്ങി വരാത്തതിന്റെ കാരണം എന്തറിയാമോ? താൻ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ മാനവകുലം നരകത്തീപ്പൊയ്കയിലേക്ക് പോകും. പാപത്തിൽ ആ മനുഷ്യൻ മരിക്കും. പാപത്തോടുകൂടി ജനിച്ച മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ ആ പാപിയായ മനുഷ്യന് പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം നീതിമാനാ, പരിശുദ്ധനാ. ദൈവത്തിന് നീതി വിട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം എന്തോടുത്തു? സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരം തൻ്റെ ശരീരത്തിൽ താൻ ഏറ്റെടുത്തു. എന്റെയും നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യേശു മരിച്ചു. അത്രത്തോളം യേശു നമ്മളെ സ്നേഹിച്ചു. എന്നിട്ട് യേശു പറയാണ്, ഇനിയും നിങ്ങൾ ആരും നരകത്തിൽ പോകേണ്ടത് കാര്യമില്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറാം. എന്താ ചെയ്താൽ മതി എന്നറിയാമോ? യേശുവേ, ഈ കർത്താവേ, അങ്ങ് കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിച്ചത്, രക്തം ചിന്തിയത് എൻ്റെ പാപത്തിന് വേണ്ടി, എൻ്റെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ, എൻ്റെ പാപത്തെ നീക്കി എന്നെ ഒരു ദൈവപൈതലാക്കി തീർക്കുവാൻ വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിത്യജീവിതം എനിക്ക് തരണമേ എന്ന് ഒരു വ്യക്തി
തൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്നിടത്തുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പാപക്ഷമ സൗജന്യമായി ദൈവം നിങ്ങൾക്ക് തരും. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു 50 കോടി രൂപ, ഒരു ഉദാഹരണം പറയും, ഈ വീട്ടിലെ അച്ചായി ഇപ്പൊ പറഞ്ഞെന്നിരിക്കട്ടെ, ഇവിടെ വന്ന് ഓരോരുത്തർക്കും 100 കോടി രൂപ ഫ്രീ ആയിട്ട് തരുന്നു പറഞ്ഞെന്നിരിക്കട്ടെ. ഒരു ചിന്തയാണ്. 100 കോടി രൂപ ഓരോരുത്തർക്കും ഫ്രീ ആയി തരുന്നിരിക്കട്ടെ. ഈ 100 കോടി രൂപയും കൂടെ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോയാൽ നമ്മൾ എന്നേക്കും ജീവിച്ചിരിക്കുമോ? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മരിക്കണ്ടേ? അപ്പൊ ഈ പൈസ ആരനുഭവിക്കും? കാരണം ഇത് അനുഭവിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ യേശുവിന്റെ ദാനം എന്നറിയാമോ? അത് നിത്യ ജീവിതമാണ്. അത് പ്രാപിക്കുന്ന ഒരാൾക്ക് പിന്നെ മരണമില്ല. ആ വ്യക്തിയുടെ ആത്മാവും പ്രാണനും സ്വർഗീയമായ പറുദീസയിലേക്ക് കടന്നു പോകും. ഇത് യേശു വന്നു, യേശുവും ശിഷ്യന്മാരും കൂടെ പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാട് യേശു പ്രസംഗിച്ചു. പക്ഷേ പലരും കേട്ടില്ല. ആൾക്കാരതിന് ചെവി കൊടുത്തില്ല, ആൾക്കാരതിനെ ഗവനിച്ചില്ല. എന്നാൽ ശ്രദ്ധിക്കണമേ, യേശു കാൽവരി ക്രൂശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, യേശുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ സമയത്ത് യേശുവിന്റെ ഇടത്തും വലത്തുമായി 2 പെരുങ്കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചിരുന്നു. 2 പെരുങ്കള്ളന്മാര് അവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നടുക്ക് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യേശു പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ഇടത്തും വലത്തുമായിട്ട് 2 കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു. ആ 2 കള്ളന്മാരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 കള്ളന്മാരും യേശുവിനെ പരിഹസിക്കാൻ തുടങ്ങി. നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിറങ്ങുക, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്കുക. കാരണം സ്വയമായിട്ട് രക്ഷിക്കാൻ കഴിയാത്ത ഒരാളാണോ ഞങ്ങളെ രക്ഷിക്കാൻ വരുന്നത്? ഈ കള്ളന്റെ ചോദ്യമാണ്. സ്വയമായിട്ട് ക്രൂശിൽ നിന്ന് നിന്നെ തന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയത്തില്ല, പിന്നെ നീയാണ് ഞങ്ങളെ രക്ഷിക്കാൻ വരുന്നത്. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ശരീരത്തിന്റെ രക്ഷയല്ല കാൽവരി ക്രൂശിൽ നിവർത്തിച്ചത്. എൻ്റെ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് യേശു ക്രൂശിൽ മരിച്ചേ മതിയാകൂ. അതുകൊണ്ട് യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല. എനിക്കും നിങ്ങൾക്കും നിത്യജീവിതം തരുവാൻ ആ കാൽവരി ക്രൂശിൽ യേശു മരിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ട് യേശു മരിച്ചു. അതോടുകൂടി എൻ്റെ പാപങ്ങളും ക്രൂശിൽ മരിച്ചു, അത് തീർന്നു. എൻ്റെ പാപം ഏറ്റെടുത്ത് യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി യേശു ഒരാൾ വിശ്വസിക്കുകയാണ്, കർത്താവേ, എൻ്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ആ ക്ഷണം ഈ നിത്യജീവൻ, സൗജന്യമായ ജീവൻ ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം പകരുവാനിടയായിത്തീരും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു പോട്ടെ. എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു. യേശുവിന്റെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. എൻ്റെ ചേട്ടനും ചേട്ടത്തിയൊക്കെ വിശ്വാസത്തിൽ വന്നു, അനിയനും ഒക്കെ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചി എടത്തുക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കെട്ടിച്ചത്. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് സൗഖ്യമാകാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ പേര് പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം എൻ്റെ ചേച്ചി വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എനിക്കന്ന് വലിയ സന്തോഷം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് എൻ്റെ ചേച്ചിയെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തണം. ചേച്ചിക്ക് പാപമോചനം കൊടുക്കണം. യേശു ചേച്ചിയുടെ ഉള്ളിൽ ജനിക്കണം. കർത്താവേ, കാരണം ചേച്ചിയുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത അനുഭവിച്ചത്, ഒത്തിരി പ്രയാസം അനുഭവിച്ചതാണ്. ഈ ലോകത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടേ ഇല്ല. കർത്താവെ, സ്വർഗത്തിൽ എൻ്റെ ചേച്ചി കാണണം, നിത്യത്തിൽ എൻ്റെ ചേച്ചി കാണണം, എൻ്റെ ചേച്ചിയുടെ ആത്മാവ് സ്വർഗത്തിൽ കാണണം. ഞാൻ പ്രാർത്ഥിച്ചു, അന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവ്, ഇന്ന് ചേച്ചി സുവിശേഷം കേൾക്കാൻ വേണ്ടി ചേച്ചിയുടെ ഹൃദയം തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ഞാൻ സിമ്പിളായി സുവിശേഷം പറഞ്ഞു. ചേച്ചിയുടെ പാപത്തിന് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. ചേച്ചി അത് വിശ്വസിക്കുക, എന്നിട്ട് ചേച്ചിയുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുക. ചേച്ചിക്ക് നിത്യജീവൻ കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ചേച്ചിക്ക് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ചേച്ചി മിണ്ടുന്നില്ല. എൻ്റെ അടുക്കലിരുന്ന് അമ്മ പറയാൻ തുടങ്ങി, എടി, യേശുവിന് വേണ്ടി നീ ജീവിതം കൊടുക്കുക, 1 രൂപ നിനക്ക് കൊടുക്കണ്ട. നീ നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിന്റെ പാപം യേശുവിന് കൊടുക്കുക. നിന്റെ പാപമെല്ലാം യേശു എടുത്തുകൊണ്ട് കളയും. നിന്നെ യേശു നിനക്ക് സമാധാനം തരും, സന്തോഷം തരും, നിത്യജീവൻ തരും. ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുക, അത് അളിയനോട് ചോദിക്കണം. ഞാൻ പിന്നെയും നിർബന്ധിച്ചു, കാരണം എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചി അവസാനം എനിക്ക് മനസ്സിലായി, ചേച്ചി കാരണം നിർബന്ധിച്ചാൽ നടക്കുന്ന കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ ചേച്ചിയോട് അവസാനം പറഞ്ഞു, ചേച്ചി,
എന്നെങ്കിലും ദൈവം ഒരു ചാൻസ് തരുമ്പോൾ ചേച്ചി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമേ. കാരണം ചേച്ചിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്, നരകത്തിലേക്ക് പോകരുത്. ഞാൻ പ്രാർത്ഥിച്ചു, പോയി. ചേച്ചി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. എന്നാൽ 2008 ഫെബ്രുവരി 9 രാത്രി, അന്ന് ഞാൻ മാവേലിക്കരയിൽ താമസിക്കുക, രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ചേട്ടൻ്റെ ഫോൺ കോളാണ്, ഇളയേട്ടൻ്റെ ഫോൺ കോൾ വന്നു. ചേച്ചിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്നിട്ട് എന്നോട് പറയാം സീരിയസ് ആണ്, ഇച്ചിരി ക്രിട്ടിക്കൽ. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയതാ, മിണ്ടുന്നില്ല. ഇച്ചിരി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആ 2 മണിക്ക് 12 മണിക്ക് ശേഷം ഞാൻ എൻ്റെ കട്ടിലിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി. യേശുവേ, എൻ്റെ ചേച്ചിയോട് കരുണയുണ്ടാകണം, ദയുണ്ടാകണം. ചേച്ചി രക്ഷിക്കപ്പെടാതെ, ചേച്ചിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാതെ, ഈ ലോകത്തിൽ നിന്ന് പാപക്ഷമ കിട്ടാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ഇടവരരുത്. പ്ലീസ് ഒരു ചാൻസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളോട് എനിക്ക് പറയാൻ ലജ്ജയുണ്ടെങ്കിൽ ഞാനൊരു സത്യം പറയാം. അന്ന് ഞാൻ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ച ഒരു വാചകം ഇതാ: എൻ്റെ ചേച്ചിക്ക് പകരമായി എൻ്റെ അമ്മയെ ദൈവമേ അങ്ങ് വിളിച്ചു, പക്ഷെ ചേച്ചിയെ രക്ഷിക്കണം. എൻ്റെ അമ്മയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അതിൻ്റെ കാരണം അറിയാമോ? എൻ്റെ അമ്മയാണ് മരിച്ചതെങ്കിൽ ഈ വചനപ്രകാരം എനിക്ക് 100% ഉറപ്പുണ്ട്, എൻ്റെ അമ്മയെ സ്വർഗത്തിൽ എനിക്ക് പിന്നെയും കാണാം. എൻ്റെ അമ്മയെ ദൈവരാജ്യത്തിൽ എനിക്ക് പിന്നെയും കണ്ട് ഒന്നിച്ച് എനിക്ക് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ചേച്ചിക്ക് പകരമായിട്ട് അമ്മയെ വിളിക്കണമേ. ചേച്ചിക്ക് ആ രക്ഷയുടെ അനുഭവം കൊടുത്തതിന് ശേഷമേ മാറ്റപ്പെടാമുള്ളൂ എന്ന് ഞാൻ ആത്മാർത്ഥയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉള്ളം വിങ്ങാൻ തുടങ്ങി. 1.5 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെയും എൻ്റെ ചേട്ടൻ്റെ ഫോൺ കോൾ എനിക്ക് വരികയാണ്. അത് ഞങ്ങളെല്ലാം കൂടെ എടത്തുവായിക്ക് പോകുകയാണ്. രാത്രിയിൽ എങ്ങനെ പോകുന്നത്? വണ്ടി പിടിച്ച് പോവുകയാണ്. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എങ്ങനുണ്ട്? ചേട്ടൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ചേച്ചി മരിച്ചു പോയി. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. കാരണം പാപക്ഷമ കിട്ടാത്ത ഒരാളാണ് മരിക്കുന്നതെങ്കിൽ ആ ആളുടെ ആത്മാവ് എവിടേക്കാണ് പോകുന്നതെന്നുള്ള ദൈവവചനത്തിലെ സത്യം മനസ്സിലാക്കിയ ഞാൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ട് കർത്താവേ ഇത് സംഭവിച്ചു? എൻ്റെ ചേച്ചിക്ക് പാപക്ഷമ കിട്ടിയതിന് ശേഷമായിരുന്നു മരിച്ചതെങ്കിൽ എനിക്ക് പിന്നെയും എൻ്റെ ചേച്ചിയെ സ്വർഗരാജ്യത്തിൽ പിന്നെയും എനിക്ക് കാണാം. എനിക്ക് ചേച്ചിയോടുകൂടി ഒന്നിച്ച് ആനന്ദിക്കാം. എന്നേക്കുമുള്ള ജീവിതത്തിൽ ചേച്ചിയും ഞാനും സ്വർഗത്തിൽ എന്നേക്കും എനിക്ക് കഴിയാൻ കഴിയുമെന്നുള്ളതായ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. 44-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഈ രക്ഷ സൗജന്യമാണ്. 1 രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല. പാപക്ഷമ സൗജന്യമാണ്, ആർക്കും പ്രാപിക്കാം. ഞാനും നിങ്ങളും പാപക്ഷമ പ്രാപിച്ചുകൊണ്ട് ദൈവം ഒരുക്കിയ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എനിക്കും നിങ്ങൾക്കും നിത്യജീവിതം തരാൻ വേണ്ടിയാണ്. ഇത് സൗജന്യമാണ്. 1 രൂപ മുടക്കേണ്ട കാര്യമില്ല. 1 രൂപ. ഒറ്റ വാക്കിൽ യേശുവേ, ആ രക്ഷ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ രക്ഷ സൗജന്യമായി നിങ്ങൾക്കത് തരും. എന്താണ് തെളിവ്? ഞാൻ വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശു മനുഷ്യകുലത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കള്ളന്മാർ, ഒരാളെ ഇടത്തും ഒരാൾ വലത്തും, അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരും യേശുവിനെ നിന്ദിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. എന്നാൽ യേശു ക്രൂശിൽ കടന്നുകൊണ്ടുള്ള യേശുവിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ സുവിശേഷം കേട്ടതായ ഒരാൾ, ആ കള്ളൻ ഈ യേശുവിന്റെ സുവിശേഷം കേട്ടവനാ. അവന് മനസ്സിലായി, കേവലം മിനിറ്റുകൾ മാത്രമേ എനിക്ക് ഇനി ആയുസുള്ളൂ. കേവലം മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണ്. പക്ഷേ എൻ്റെ ആത്മാവ് ഇന്ന് മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടേക്ക് പോകുമെന്നുള്ളൊരു ചിന്ത ഒരു കള്ളന്റെ ഉള്ളിൽ ഉണ്ടായിട്ട്
ആ കള്ളൻ മരിക്കുന്നതിന് അല്പസമയം മുമ്പേ അവൻ യേശു കിടന്ന ഇടത്തേക്ക് തൻ്റെ തലയൊന്ന് ചായ്ച്ചിട്ട് യേശുവിനോടൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 42-43 വാക്യങ്ങൾ. പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. എന്നെയും ഓർക്കണമേ. നിർത്തണമേ. അടുത്ത വാക്യം പിന്നെ വായിക്കാം. ആ ക്രൂശിലെ കള്ളൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് യേശുവിന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശുവേ നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അന്നത്തെ മത നേതാക്കന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, പരീക്ഷന്മാർക്ക് ഈ സത്യം മനസ്സിലായില്ല. പക്ഷെ ആ ക്രൂശിലെ കള്ളൻ അറിയാം, ഈ വ്യക്തി നാളെ രാജാവായിട്ട് വരും. കാരണം ഇത് സാക്ഷാൽ ദൈവമാണ്, ദൈവം മനുഷ്യനായി വന്നതാണ്. അതുകൊണ്ട് ആ ക്രൂശിലെ കള്ളൻ യേശുവിനോട് ചോദിക്കുകയാണ്, നീ രാജാവായി വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഞാനായിരുന്നു, നിങ്ങളായിരുന്നെങ്കിൽ എന്തോ മറുപടി കൊടുത്തെന്നറിയാമോ? നിന്റെ ജീവിതകാലം മുഴുവനും നീ തോന്നിയവാസം ജീവിച്ച്, കൊള്ളരായ്മ ജീവിച്ച്, ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ട് അമ്മയ്ക്കും മറ്റുള്ളവർക്ക് തലവേദനയായി തീർന്ന നീ ഈ അവസാനം എൻ്റെ അടുക്കൽ വരുന്നോന്ന് ചോദിച്ചോണ്ട് ഞാൻ അവനെ ആട്ടിവിട്ടേനെ. എന്നാൽ യേശു എന്താ ചെയ്തെന്നറിയാമോ? യേശു ആ കള്ളന് കൊടുത്ത മറുപടി അടുത്ത വാക്യം. യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. യേശു കൊടുത്ത മറുപടി ഉണ്ടോ? യേശുവിനറിയാം അവനും അന്ന് മരിക്കും. എന്നാൽ ഇന്നും നീ എന്നോട് കൂടെ പരദീസയിലായിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. അവന്റെ ബോഡി കല്ലറയിൽ അടക്കം ചെയ്തു ആ കള്ളന്റെ. പക്ഷെ അവന്റെ ആത്മാവ് അവന്റെ രക്ഷകനായ യേശുവിന്റെ ഭവനത്തിൽ യേശുവിനോട് കൂടെ പരദീസിലേക്ക് കടന്നുപോയി. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെള്ളയായി തീരും. നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, എത്ര കടും ചുവപ്പായിരുന്നാലും, യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപത്തെ കഴുകി ഹിമം പോലെ വെള്ളയുള്ളതാക്കി തീർക്കും. പ്രിയമുള്ളവര്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപത്തിന് മോചനം കിട്ടിയിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം 100% ഉറപ്പ് തരുന്നുണ്ട്, നിങ്ങളുടെ പ്രാണനും ആത്മാവും നരകത്തീ പൊയ്കയിലേക്ക് പോകുകയില്ല. നിങ്ങളുടെ ആത്മാവിന്റെ ഉടയവനും ഉടമസ്ഥനുമായ സൃഷ്ടാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ ദൂതന്മാരെടുത്തുകൊണ്ട് പോകും. 50 കോടിയോ 1000 കോടിയോ കോടിക്കോടിയോ കൊടുത്താലും ഈ അനുഭവം പ്രാപിക്കാൻ പറ്റുമോ? ഈ മുഴു ലോകവും എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി ഈ മുഴു ലോകവും ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പൈസയുള്ള ആരെങ്കിലും മുഴു ലോകം കൊടുത്താലും ഇത് കിട്ടുകയില്ല, നിത്യജീവിതം കിട്ടുകയില്ല. കാരണം ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില അതിനെക്കാട്ടിൽ വിലയേറിയതാണ്. പക്ഷേ ഈ നിത്യജീവിതമാണ് യേശു സൗജന്യമായി തരുന്നത്. ഇത് സൗജന്യമാണ്, ആർക്കും പ്രാപിക്കാം. ഇതിനു വേണ്ടിയാണ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ചത്. ഇനി ഞാൻ ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. മാലാഖമാര് പാടിയ പാട്ട്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, അതിനെക്കാട്ടിലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അതിനെക്കാട്ടിലും മഹാസന്തോഷമാണ് എനിക്കും നിങ്ങൾക്കും നിത്യജീവിതം തരും. നിത്യജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത എന്നേക്കുമുള്ള ആനന്ദവും സന്തോഷവും അനുഗ്രഹമുള്ളതായ ദൈവത്തിന്റെ ഭവനത്തിൽ രാജാക്കന്മാരെ പോലെ ദൈവത്തിന്റെ മക്കളായി എന്നേക്കും ജീവിക്കാനുള്ളതായ ഈ ഭാഗ്യ പദവി തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നതായ വ്യക്തികളെ, നിങ്ങൾ ആർക്കും
നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും? പാപത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ദൈവം പരിശുദ്ധനാണ്, സ്വർഗം പരിശുദ്ധമായതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല. കാരണം പാപികളെ അവിടെ പ്രവേശിപ്പിക്കത്തില്ല. എന്നാൽ പാപത്തിന് മോചനം വരുത്തിയ ഒരാളാണെങ്കിൽ, പാപത്തിന് ക്ഷമ കിട്ടിയിട്ടുള്ള ആളാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തി സ്വർഗീയ പർദീസിലേക്ക് പോകും. ആ ക്രൂശിലെ കള്ളന് പോലും പാപക്ഷമ കൊടുത്ത് അവന്റെ ആത്മാവിനെ പർദീസിലേക്ക് യേശു എടുത്തുകൊണ്ട് പോയി എങ്കിൽ എന്നേക്കും നിങ്ങൾക്കും ആ രക്ഷ സൗജന്യമായി പ്രാപിക്കാം. പ്രിയമുള്ളവരെ, ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം എന്താ അറിയാമോ? അപ്പൊ എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഭയപ്പെടുത്തില്ല. കാരണം അറിയാമോ, ഈ ഒരു ആഗ്രഹമുണ്ട്. എങ്ങനെ അറിയാമോ? കർത്താവ് എത്രയും വേഗം ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. കാരണം ഇവിടുത്തെ കഷ്ടതയിലൊക്കെ തീർന്നായിരുന്നു. കാരണം ഈ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അങ്ങ് തീർന്ന് സ്വർഗത്തിൽ അങ്ങയുടെ അടുക്കൽ വന്ന് ആനന്ദത്തോടുകൂടി കഴിയാമല്ലോ എന്നുള്ളൊരു സന്തോഷം, ഒരു ആനന്ദം ഉള്ളിലുണ്ട്. നിങ്ങൾക്കറിയാമോ, സകല മനുഷ്യരും മരണം എന്ന് പറയുമ്പോൾ ഭയമാണ്. മരണത്തെ ഭയം എല്ലാ മനുഷ്യർക്കും. കാരണം മരിച്ച ഒരാളുടെ വീട്ടിൽ പോകുമ്പോൾ, എനിക്ക് കൊച്ചുനാളിൽ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ കൊച്ചുനാൾ എൻ്റെ അപ്പനെ എനിക്ക് ഓർമ്മയില്ല. അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ അവിടെ നടക്കുകയില്ല. കാരണം എനിക്ക് അപ്പം മരിച്ചു കിടക്കാനുള്ള തിരിച്ചറിവില്ല. പിന്നീട് മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അത് എല്ലാവർക്കും അല്ല. മരണം എന്ന് പറഞ്ഞാൽ ഭയമാണ്. മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് പാപക്ഷമ കിട്ടി മോക്ഷം കിട്ടിയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ മരണത്തെ നോക്കി വെല്ലുവിളിക്കുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ നോക്കിക്കൊണ്ട് ഈ മനുഷ്യൻ വെല്ലുവിളിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവും പ്രാണനും എൻ്റെ സൃഷ്ടാവായ യേശു ക്രിസ്തുവിന്റെ ഭവനത്തിലേക്ക് പറന്നുപോയി ഞാൻ ആനന്ദിക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ എന്തിനും മരണത്തെ ഭയപ്പെടണം? മരണം എൻ്റെ അവസാനമല്ല. എനിക്ക് നിത്യജീവൻ തരാൻ എൻ്റെ രക്ഷകൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ വില കൊടുത്തു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ആരും ഇനി വില കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം തന്നെ നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് നിത്യജീവൻ തരാനുള്ള വില കാൽവരി ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. അത് വിശ്വസിച്ചുകൊണ്ട്, അതെനിക്ക് വേണ്ടിയായിരുന്നു, അതെന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് യേശുവേ ഹല്ലേലൂയ സ്തോത്രം, ആ ക്രൂശിലെ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. ആ നിത്യജീവിതം എനിക്ക് നൽകണമേ, ആ നിത്യരക്ഷ എനിക്ക് നൽകണമേ. അങ്ങേ ഞാൻ എൻ്റെ രാജാവായി കർത്താവായി അംഗീകരിക്കുന്നു. ഒരു വ്യക്തി ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ യേശു സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. യേശു വന്നത് ഇതിനു വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, യേശു വന്നത് ഇതിനു വേണ്ടിയാണ്. ഈ നിത്യജീവൻ പ്രാപിക്കുവാൻ, അത് സൗജന്യമായി പ്രാപിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് ഇത് പ്രാപിക്കാം. ഇന്ന് വേണമെങ്കിലും അത് പ്രാപിക്കാം, ഇപ്പോൾ വേണമെങ്കിലും പ്രാപിക്കാം. നിങ്ങളായിരിക്കും എല്ലാവരും ഇത് കണ്ണടച്ചാട്ടെ. നിങ്ങളെല്ലാവരും ഇവിടെ എല്ലാവരും കണ്ണടച്ചാട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശു കൂടെയുള്ള ഈ സൗജന്യമായുള്ള ഈ പാപക്ഷമ, ഈ നിത്യജീവിതം, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ യേശുവോടുകൂടെ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു നിത്യജീവിതം, ആ നിത്യജീവിതം എനിക്ക് വേണം. ഈ നിത്യരക്ഷ എനിക്ക് വേണം. എന്നെ ശാപത്തിൽ നിന്ന് വിടുവിച്ച എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ആ സമാധാനം, ആ സന്തോഷം, വിടുതലിന്റെ അനുഭവം എനിക്ക് വേണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഉയർത്താൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇതിലൊരു പൈസയോ ഒന്നും ചെലവില്ല. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ നിത്യജീവൻ വേണ്ട ഒരു കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇല്ല, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നിത്യജീവിതം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാം. നിങ്ങളായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ആ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ആ പാപക്ഷമ എനിക്ക് നൽകണം, എൻ്റെ പാപത്തിനെ ശുദ്ധീകരിച്ച് വിടുവിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന നിങ്ങൾക്ക് ഭവനത്തിലിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിനെ രക്ഷകനായി നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഈ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും.
യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ യേശു നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും. ഞാൻ പറഞ്ഞാലോ, എൻ്റെ സ്ഥലം ദൂരെയൊന്നുമല്ല, മുതുകുളത്ത് തന്നെയാണ് എൻ്റെ സ്ഥലം. ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. മരണത്തിൻ്റെ കിടക്കയിൽ കിടന്ന ആൾക്കാർ ഞങ്ങളോടുള്ള ഇപ്പോഴും. കാരണം മരണത്തിൻ്റെ കിടക്കയെ മാറ്റി വിരിച്ച യേശുവാണ് നമ്മുടെ കിടക്കുന്ന യേശു. ആ യേശുവിൽ കൂടി ആർക്കും രക്ഷ പ്രാപിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ അറിയുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്നതായ ഒരു ദേവദാസനെ ഇവിടെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. തോമസ് ചാണ്ടി പാസ്റ്റർ. അദ്ദേഹം കണ്ണമംഗലം IPC സഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ, ആത്മീയ വിഷയങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ദേവദാസനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മുമ്പോട്ട് വളർന്ന് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രക്ഷ, ഈ കർത്താവ് വന്നത് നമുക്ക് നിത്യജീവിതം തരുവാൻ വേണ്ടി, ഈ നിത്യജീവിതം നമ്മൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി സമയം അനുഭവിച്ചു തന്നത് ദേവദാസന് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളെ, അല്ലെങ്കിൽ ഈ ടീമിനെ, ഞങ്ങളുടെ അഗാപ്പെ ഗോസ്പൽ ടീമിനെ ഇവിടേക്ക് ക്ഷണിച്ചതായ ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിഗ്രഹിതമായ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചായ വത്സല ദൈവത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവിന് വേണ്ടി ഈ പാർത്തരത്തിൽ വന്നു. കർത്താവ് ഈ പാർത്തരത്തിൽ വന്നതിൻ്റെ ഉദ്ദേശമെന്ത്? അപ്പോൾ തന്നെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, തൻ്റെ ഭവനത്തിൽ അഭിഹരിച്ചുകൊണ്ടിരുന്ന ശാപകരമായ എല്ലാ അനുഭവങ്ങളും മാറി സ്വസ്ഥകരമായ സമാധാനകരമായ അനുഭവത്തിലേക്ക് നയിച്ചതായ യേശു കർത്താവിനെ തൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഉയർത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം അതിനുള്ള അവസരങ്ങളെ ഒരുക്കിയല്ലോ. ഈ ടീമംഗങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യാൽ ദൈവം സംസാരിച്ച ദൈവത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥിച്ചതിന് ശേഷം വത്സല ദൈവത്തിന് സ്റ്റീഫൻ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനുശേഷം പെട്ടെന്ന് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഭവനം സ്നേഹ സൽക്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടെ പ്രേക്ഷിച്ചതിന് ശേഷം മാത്രമേ പോകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വത്സല ദൈവത്തിന് സ്റ്റീഫൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ സന്ധ്യാസമയത്ത് കൂടി വരുവാൻ അഗപ്പ ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്ക് ഈ മുറ്റത്ത് കൺവെൻഷൻ നടത്തുവാൻ, ഈ കൃപാകാലത്തിന്റെ മുറ്റത്ത് ദൈവകൃപയെക്കുറിച്ചും കർത്താവിനെ കുറിച്ച് സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2023 വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ രക്തം മൂലം പ്രാശ്ചിത്തമാകുവാൻ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നുവെന്ന് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഇവിടെ പ്രസംഗിപ്പാൻ അവിടുത്തെ പുത്രനെ സഹായിച്ചല്ലോ. ഈ വചനം കേട്ട് ആരും നഷ്ടപ്പെട്ടു പോകാതെ യേശു കർത്താവിനെ നിത്യജീവ കർത്താവായി ഏറ്റെടുത്തുകൊണ്ട്, ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്, സകല പാപത്തെയും പോക്കുന്ന യേശുവിനെ സ്വീകരിച്ച് കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം കേട്ടവർക്ക് എല്ലാവർക്കും സഹായിക്കണം. പ്രത്യേകിച്ചിട്ടുള്ള പ്രദേശത്ത് നിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുത്തിയതിനായ സ്തോത്രം. നിന്റെ മഹത്വത്തിനായി അങ്ങ് ചെയ്തതിനായ സ്തോത്രം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കിയാൽ തനിക്ക് എന്തു പ്രയോജനം? കേൾക്കപ്പെട്ട വചനം ആരും നഷ്ടമാക്കാതെ ജീവനിലേക്ക് അടക്കപ്പെടുവാൻ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരുവാൻ, നിത്യതയിൽ ചേർക്കപ്പെടുവാൻ കൃപ ചെയ്യണം. ദൈവം സംസാരിച്ച കർത്താവിൻ്റെ ദാസനെയും അനുഗ്രഹിക്കുമാറാകണം. കൃപാവരത്തെ അനുഗ്രഹിക്കണം. ഇവിടെയുള്ള അച്ചായനും ദാസിയും മക്കൾ രണ്ടുപേരെയും അനുഗ്രഹിക്കണം. ഈ പ്രദേശത്തെ അനുഗ്രഹിക്കണം. തിരുച്ചകണ്ണമംഗല സഭയും ദൈവമക്കളെയും ദേശത്തെ അനുഗ്രഹിക്കണം. എല്ലാത്തിനായി ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ ഭവനത്തോടും ദേശത്തോടും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. പിതാവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Amen.